മറ്റു പല സിനിമാ വ്യവസായങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതും കുറഞ്ഞ ബഡ്ജറ്റുള്ളതുമാണ് മലയാള സിനിമാ വ്യവസായം. എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള സിനിമകളും അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും കൊണ്ട് എന്നും മുന്നിൽ നിൽക്കുന്നതാണ് മലയാള സിനിമ. മറ്റ് സിനിമാ മേഖലകളിൽ നിന്നുള്ളവരെ അപേക്ഷിച്ച് മലയാള സിനിമാ താരങ്ങൾ തങ്ങളുടെ പ്രതിഫലമോ ആസ്തിയോ കൃത്യമായി വെളിപ്പെടുത്താറില്ല എങ്കിലും നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാള സിനിമാ രംഗത്തെ ഏറ്റവും സമ്പന്നരായ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്പർ 10, ആസിഫ് അലി. 2009 ശ്യാമപ്രസാദിന്റെ ഋതു എന്ന മലയാള സിനിമയിലൂടെയാണ് ആസിഫ് അലി സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. 2015 കൊഹിന്നൂർ എന്ന ചിത്രത്തിലൂടെ പ്രൊഡ്യൂസറായും തുടക്കം കുറിച്ച ആസിഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആദംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ എന്ന നിർമ്മാണ കമ്പനി. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 11 കോടിയിലേറെയാണ് ആസിഫ് അലിയുടെ ആസ്തി. നമ്പർ 9, ജയസൂര്യ. 2001 മുതൽ നടൻ, നിർമ്മാതാവ്, ഗായകൻ എന്നീ നിലകളിൽ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ് ജയസൂര്യ. 2013 പുണ്യാളൻ അഗർബത്തീസ് എന്ന ചിത്രത്തിലൂടെയാണ് ജയസൂര്യ നിർമ്മാണ രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നത്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 14 കോടിയിലേറെയാണ് ജയസൂര്യയുടെ ആസ്തി. നമ്പർ 8, കുഞ്ചാക്കോ ബോബൻ. 1997 പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ മലയാള സിനിമയിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. 2016 കുടുംബ നിർമ്മാണ കമ്പനിയായ ഉദയ സ്റ്റുഡിയോയിലൂടെ നിർമ്മിച്ച കൊച്ചോവോ പൈലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിലൂടെ കുഞ്ചാക്കോ ബോബൻ നിർമ്മാതാവായും തുടക്കം കുറിച്ചു. നിലവിൽ കുഞ്ചാക്കോ ബോബന് 22 കോടിയിലേറെ രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 7, ടൊവിനോ തോമസ്. 2012 പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന നടനാണ് ടൊവിനോ തോമസ്. 2021 പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിയിലൂടെ ഇന്ത്യയിലും വിദേശത്തും നിരവധി പേരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ടൊവിനോയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനിയും ടൊവിനോ ആരംഭിച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 30 കോടിയിലേറെ രൂപയുടെ ആസ്തിയുണ്ട് ടൊവിനോയ്ക്ക്. നമ്പർ 6, നിവിൻ പോളി. 2010 മലർവാടി ആർട്സ് ക്ലബ് എന്ന മലയാള ചലച്ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നിവിൻ പോളി സിനിമാ രംഗത്തേക്ക് കടന്നുവന്നത്. 2017 പുറത്തിറങ്ങിയ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിലൂടെ നിർമ്മാതാവായും നിവിൻ തുടക്കം കുറിച്ചു. പോളി ജൂനിയർ പിക്ചേഴ്സ് എന്നാണ് നിവിൻ പോളിയുടെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയുടെ പേരും. നിലവിൽ നിവിന് 30 കോടിയിലേറെ രൂപയുടെ ആസ്തിയുള്ളതായി കണക്കാക്കുന്നു. നമ്പർ 5, ദുൽഖർ സൽമാൻ. 2012 പ്രദർശനത്തിനെത്തിയ സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെയാണ് ദുൽഖർ സൽമാൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി നിരവധി ചിത്രങ്ങൾ ദുൽഖർ അഭിനയിച്ചു. 2020 ദുൽഖർ വേഫറർ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി ആരംഭിക്കുകയും വരനെ ആവശ്യമുണ്ടെന്ന തന്റെ ആദ്യ നിർമ്മാണ സംരംഭം പ്രദർശനത്തിനെത്തിക്കുകയും ചെയ്തു. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 35 കോടിയോളം രൂപയാണ് ദുൽഖറിന്റെ ആസ്തി. നമ്പർ 4, ദിലീപ്. മിമിക്രി രംഗത്ത് നിന്നും സിനിമയിലേക്ക് എത്തിയ നടനാണ് ദിലീപ്. 1992 പുറത്തിറങ്ങിയ എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ദിലീപിന്റെ സിനിമാ പ്രവേശനം. നിർമ്മാതാവ് കൂടിയായ ദിലീപിന് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു സിനിമാ നിർമ്മാണ കമ്പനിയുമുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 36 കോടിയിലേറെ രൂപയാണ് ദിലീപിന്റെ നിലവിലെ ആസ്തി. നമ്പർ 3, പൃഥ്വിരാജ്. 2002 നന്ദനം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ പൃഥ്വിരാജ് ഇതുവരെ 100ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംവിധായകൻ, നിർമ്മാതാവ്, ഗായകൻ എന്നീ നിലകളിലും പൃഥ്വിരാജ് പ്രശസ്തനാണ്. ഓഗസ്റ്റ് സിനിമ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്നീ 2 നിർമ്മാണ കമ്പനികളുടെ സഹ ഉടമ കൂടിയാണ് പൃഥ്വിരാജ്. നിലവിൽ 40 കോടിയിലേറെ രൂപയുടെ ആസ്തിയുണ്ട് പൃഥ്വിരാജിന്. നമ്പർ 2, മമ്മൂട്ടി. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി സിനിമാ രംഗത്ത് സജീവമായി 400ലേറെ സിനിമകൾ ചെയ്തിട്ടുള്ള നടനാണ് മമ്മൂട്ടി. 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിട്ടുണ്ട് മമ്മൂട്ടി. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് എന്നിങ്ങനെ നിരവധി ഭാഷകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുമുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 296 കോടി രൂപയാണ് മമ്മൂട്ടിയുടെ ആസ്തി. നമ്പർ 1, മോഹൻലാൽ. 1980 മുതൽ 40 വർഷത്തോളമായി സജീവമായി സിനിമാ രംഗത്തുണ്ട് മോഹൻലാൽ. മലയാളത്തിനു പുറമെ തമിഴ്, ഹിന്ദി, തെലുഗു, കന്നഡ തുടങ്ങിയ ഭാഷകളിലും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. 2 തവണ മികച്ച നടൻ അടക്കമുള്ള 4 ദേശീയ ചലച്ചിത്ര അവാർഡും 6 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡും നേടിയിട്ടുണ്ട് മോഹൻലാൽ. ചലച്ചിത്ര നിർമ്മാണ വിതരണ രംഗത്തും സജീവമാണ് മോഹൻലാൽ. ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിലൂടെ ടെലിവിഷൻ അവതാരകനായി മോഹൻലാൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നിലവിൽ മലയാള സിനിമയിലെ ഏറ്റവും സമ്പന്നനായ നടൻ കൂടിയാണ് മോഹൻലാൽ. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 310 കോടി രൂപയാണ് മോഹൻലാലിന്റെ ആസ്തി.